നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെസ്റ്റോറന്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടാവുക. കാരണം വലിയ രൂപത്തിൽ ലാഭം ലഭിക്കുന്ന ഒരു ബിസിനസ്സിലേക്കാണ് കടന്നു വരുന്നത് എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. മറ്റുള്ള ബിസിനസ്സുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും കൂടുതൽ പണം സമ്പാദിക്കാനും വളരെ പെട്ടെന്ന് സമ്പന്നനാകാനും കഴിയുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ളതാണ് പല ആളുകളും ധരിച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതിനായിട്ട് ധാരാളം പണം നിക്ഷേപം നടത്തും. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫൈൻ ഡൈൻ റെസ്റ്റോറന്റ് രീതിയിലേക്ക് ഒരു റെസ്റ്റോറന്റ് ഫോം ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും അതിനൊരു 75 lakhs മുതൽ ഒരു 1 CR അല്ലെങ്കിൽ എബോവ് 1 CR വരെ നമുക്ക് ചെലവ് വരും. ഈ രൂപത്തിലുള്ള നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ റെസ്റ്റോറന്റ് മേഖലയിലേക്ക് ഒരു ബിസിനസ് ഉടമ കടന്നു വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ഒരു 90 ദിവസം കഴിയുമ്പോഴേക്കാണ് അതിന്റെ ചലഞ്ചസുകളെ കുറിച്ച് മനസ്സിലാക്കും. ഇത് പ്രതീക്ഷിച്ച സ്വപ്നം കണ്ടിരുന്ന രൂപത്തിലുള്ള ഒരു ബിസിനസ് അല്ല, ഇത് ലാൻഡ്സ്കേപ്പ് വേറെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങും. പിന്നെ നിക്ഷേപം നടത്തിയ പണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടുപെടുന്ന അവസരത്തിലെ ഒരു ജോലിയിലേക്കാണ് അദ്ദേഹം കടക്കുക. എങ്ങനെയെങ്കിലും നിക്ഷേപം നടത്തിയ പണം തിരിച്ചെടുക്കുക, തിരിച്ചു കിട്ടുന്ന രൂപത്തിലേക്ക് ബിസിനസ്സിനെ മാറ്റിക്കൊണ്ടുവരിക, ലാഭം എന്നുള്ളതിനപ്പുറത്തേക്ക് നിക്ഷേപം നടത്തിയ പണം തിരിച്ചെടുക്കണം എന്നുള്ള ചിന്തയിലേക്കാവും അദ്ദേഹം പിന്നീട് മാറുക. ഈ ചിന്ത വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് പിന്നെ കുടുംബമില്ല, സുഹൃത്തുക്കളില്ല, ഓൺലി ബിസിനസ് 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 ബിസിനസ്. അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ബിസിനസ് ആയിട്ട് മാറുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് വരെ ഇദ്ദേഹത്തെ കൊണ്ടുപോകും. രാത്രി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരെ ഇദ്ദേഹത്തിന് വരുന്ന രൂപത്തിലേക്കുള്ള സ്ട്രെസ്സിലേക്ക് ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറും. ഓരോ ആളുകൾക്കും ഫുഡ് സെർവ് ചെയ്യുമ്പോൾ പോലും ഇദ്ദേഹം പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ, ആ കസ്റ്റമറോടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് വേദനിക്കുന്ന അവസ്ഥകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഫ്ലോറിൽ നിൽക്കുന്നുണ്ടാവുക. ഇങ്ങനത്തെ അവസ്ഥയിൽ ബിസിനസ്സിന് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിസിനസ് ഒരിക്കലും ഗ്രോത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ വഴി നിങ്ങളിൽ ജനറേറ്റ് ചെയ്യുന്ന എനർജി നെഗറ്റീവ് എനർജിയിലേക്ക് പോകും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ആ നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് മാറും. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ള രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ട നിങ്ങളുടെ ജീവനക്കാർ പോലും നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി തരാതെയാകും. ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ്സിന് പരാജയത്തിലേക്ക് പോകുന്നത്. ഒന്ന്, നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ ഫോം ചെയ്ത നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ അതൊക്കെ ഫെയിലിയറിലേക്ക് പോയി തുടങ്ങി. അതിനെ റെഡിയാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഊർജ്ജവും നിങ്ങളുടെ പണവും നിങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങി. അത് വീണ്ടും നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ തെറ്റുകൾ സംഭവിക്കുന്നത് ആ തെറ്റുകളെ കണ്ടെത്തുക. നിങ്ങൾക്ക് എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അതിന്റെ റൂട്ട് കോസുകളെ കണ്ടെത്തുക. അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. നിങ്ങൾ സ്വയം ഇതിന് ഇറങ്ങി തിരിച്ചിട്ടും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് എക്സ്പേർട്ടിനെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തുക. അവരോട് ചോദിക്കുക, അവരുമായിട്ടിരിക്കുക, അവരിൽ നിന്ന് എടുക്കുന്ന സജഷനുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. കാരണം ഒരു റെസ്റ്റോറന്റ് ബിസിനസ് എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദിനം പ്രതി ധാരാളം റെസ്റ്റോറന്റ് ഉടമകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെ? അവരുടെ അറിവുകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ പറയുന്ന ഓരോ പ്രോബ്ലംസുകൾക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുക. ഇതാണ് ഇതിനുള്ള ഒരു മാർഗം. അല്ലാതെ വീണ്ടും വീണ്ടും നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സമയവും പണവും നമ്മളുടെ എനർജിയും നമ്മൾ അവിടെ ലോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ പരാജയത്തിലേക്ക് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരാജയപ്പെടുന്ന ഒരു ബിസിനസ് ഉടമയായി മാറുന്നതിന് പകരം നമുക്ക് സൊല്യൂഷനുകൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ എത്രയും പെട്ടെന്ന് വിപണിയിൽ ഒരു ഹൈ പെർഫോമൻസ് റെസ്റ്റോറന്റ് മോഡലിലേക്ക് നമ്മൾ മാറ്റിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. നമ്മൾ സഹായിക്കണം നമ്മുടെ ബിസിനസ്സിനെ. നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഓരോ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളുടെ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. അല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്താൻ പോകുമ്പോൾ നമ്മുടെ പണവും സമയവും എനർജിയും ഒക്കെ ലോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിർത്തിക്കൊണ്ട് ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന നല്ല മൈൻഡ് സെറ്റ് ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് നമ്മളെ സഹായിക്കുന്ന, നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരാൻ കഴിയുന്ന ഒരു ബിസിനസ് എക്സ്പേർട്ടിനെ നിങ്ങളോടൊപ്പം ചേർക്കുക. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നല്ല സൊല്യൂഷനുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഇങ്ങനെ മാത്രമേ നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ്സിനെ ഇന്നത്തെ ബിസിനസ് ലാൻഡ്സ്കേപ്പിൽ നമുക്ക് സക്സസ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. താങ്ക് യു.